പേര് പറയുന്ന ഒരു കാര്യമാണ്, പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, എക്സാമിൻ്റെ ഒക്കെ സമയമാകുമ്പോഴേക്കും ഒന്നും ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പക്ഷെ ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് രണ്ട് ടൈപ്പ് മെമ്മറി ആണുള്ളത്, ഒന്ന് ഷോർട്ട് ടൈം മെമ്മറി, ഒന്ന് ലോങ് ടൈം മെമ്മറി. അപ്പോൾ ഈ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യം കുറച്ച് സമയത്തേക്ക് അത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ടൈം മെമ്മറി ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു, നിങ്ങളൊരു 3 ദിവസം കഴിഞ്ഞ് അതൊന്ന് ഓർത്തെടുക്കുക അല്ലെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 40% നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഇനി ഒരു 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിലോ അതിൻ്റെ ഒരു 60% നിങ്ങൾ വീണ്ടും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം കഷ്ടപ്പെട്ട് എഫേർട്ടൊക്കെ എടുത്ത് പഠിച്ചിട്ട് നിങ്ങളിങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക മക്കളെ? അത് റിവൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് നോക്കാതെ തന്നെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ? റെക്കളക്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ മെമ്മറിനെ ലോങ് ടേമിലേക്ക് കുറേ നാളത്തേക്ക് നമുക്കത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ ബ്രെയിനിനൊരു സ്വഭാവമുണ്ട്, അത് നമ്മൾ പഠിച്ചൊരു കാര്യമായിട്ട് നമ്മളൊരു ഓർമ്മ പുതുക്കിയില്ലെങ്കിൽ, ഇടയ്ക്കെന്നത് പോയിട്ടൊന്ന് റീവിസിറ്റ് ചെയ്തില്ലെങ്കിൽ ആൾ ഇവിടുന്ന് എടുത്ത് ആ ഒരു ടോപ്പിക്കിനെടുത്ത് ഒഴിവാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്താലാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇനിയും ലേറ്റ് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ റിവിഷൻ ഒന്നും നടക്കില്ല. ഇപ്പോൾ സ്കൂൾ തുറന്ന് 1 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് ആണ്. നമ്മുടെ യുവ ബാച്ചിൻ്റെ ലാസ്റ്റ് ബാച്ച് ഓറിയൻറ്റേഷൻ ആണ് ട്യൂസ്ഡേ കറക്റ്റ് 7 മണിക്ക്. അപ്പോൾ മക്കളെ ഇനിയും പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കണ്ടു തീർക്കാനുള്ള സമയം ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കറക്റ്റായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം കാണുകയാണെങ്കിൽ ആദ്യം മുതലേ ഈ ബാച്ചിലുള്ള കുട്ടികളുടെ കൂടെ തന്നെ അതേ ട്രാക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ആ ഒരു സമയത്തിന് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും സിലബസ് കവർ ചെയ്യാനും റിവിഷനുള്ള സമയം നിങ്ങൾക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റും. എക്സാം ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും, നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ ലൈവ് ക്ലാസ്സിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് നടക്കും. ഇനി അതിൻ്റെ എല്ലാം PDF ഹാൻഡ് റിട്ടൺ എല്ലാം നിങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ഫാക്കൽറ്റീസും എഴുതുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, എക്സ്ട്രാ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ സിലബസ് നിങ്ങൾ തീർത്ത് വെക്കണം. ആ റിവിഷൻ്റെ സമയത്താണ് നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. അതിന് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്സും അതേപോലെ ആ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചാപ്റ്റർ വൈസ് എക്സാംസും അതുപോലെ മോഡൽ എക്സാമുകൾ. നിങ്ങളുടെ സിലബസ് മാറിയതുകൊണ്ട് തന്നെ ഓണപരീക്ഷൻ്റെ ആ ഒരു മോഡലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷ എന്നെല്ലാം മുൻകൂട്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാം എല്ലാം നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്തവർക്കും ഇനിയും പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. അപ്പോൾ ട്യൂസ്ഡേ കറക്റ്റ് 7 മണിക്ക് മക്കൾ ആരും ആ ലൈവ് മിസ്സാക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്യൂസ്ഡേ 7 PM.